കുറച്ചാണ് മുമ്പത്തെ സ്റ്റോറിയാണ്. ഈ സ്ത്രീ തന്നെ പറഞ്ഞതാണ്. അവർ വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വന്നപ്പം ഹൈസ്കൂളിൽ പഠിക്കുന്ന മോന് പനിയാണെന്ന് പറഞ്ഞാൽ വന്നത്. അപ്പം അടുത്ത് തന്നെയാണ്. അവരെന്ത് ചെയ്യുന്നറിയാം, പെട്ടെന്ന് ഗരാജിൽ നിന്ന് കാർ അങ്ങോട്ട് ഇറക്കി 2 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി, അവിടെ ചെന്നിട്ട് ഇവനെ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കത്തേ ഉള്ളൂ എന്ന് വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുക്കനെ എണീക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ, വല്ലാത്ത സ്റ്റേജിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ടീച്ചർ പറഞ്ഞു ഇവനെ കൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവരവിടെ നിന്ന് നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക, അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, അയ്യോ ഇത് ഇവനെ ഭയങ്കര ഇതാണ്, ഇവനെ ഉടനെ തന്നെ ഈ മരുന്ന് കൊടുക്കണം, ഫാർമസിയിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിക്കുക, അതിനു മുമ്പ് ഇവനെ എവിടെയെങ്കിലും കിടത്ത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ കിടത്ത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ മോനെ വീട്ടിൽ കൊണ്ടുപോയി കടലൊക്കെ കിടത്തി പുതപ്പിച്ചേച്ചാൽ ഇവർ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. നേരെ ഫാർമസി പോകാനായിട്ട് പിന്നെയും കാറെടുത്ത് ഫാർമസി ചെന്ന് മരുന്ന് വാങ്ങിച്ച് തിരിച്ച് കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കാറിൻ്റെ കീ അകത്തിട്ട് ലോക്ക് ചെയ്തിരിക്കുക. പഴയ കാറാണ്, ഇപ്പോഴത്തെ പോലെ കീ അടിക്കുന്ന കാറൊന്നുമല്ല, അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യും, വല്ലാതെ വിഷമിച്ചു. അപ്പോൾ അടുത്തൊരു മൊബൈൽ ഫോണൊന്നുമില്ല, അടുത്ത ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ കയറിയിട്ട് പെട്ടെന്ന് മോനെ തന്നെ വിളിച്ചു, മോനേടാ ഇങ്ങനെ പറ്റി, എന്തുവാ ചെയ്യണ്ടേ? അവൻ കട്ടിലേന്ന് ഒരു രീതിയിൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, മമ്മി അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് വല്ലതും ഈ വയർ ഹാങ്ങർ ഉണ്ടല്ലോ, നമ്മൾ ഈ ഡ്രൈ വാഷ് ചെയ്യുമ്പോഴൊക്കെ അവർ തരുന്ന രീതിയിലുള്ള കനം കുറഞ്ഞ വയർ ഹാങ്ങർ കിട്ടും, അത് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയേക്കുമെന്ന് പറഞ്ഞു. ഇവർ ഫോൺ നിർത്തിയിട്ട് നേരെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും വയർ ഹാങ്ങറൊന്നുമില്ല, അവിടെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയും പുതിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സംഹൗ ഇവർ ഗോഡൗണിൽ എങ്ങാണ്ട് പോയി ഒരു വയർ ഹാങ്ങർ വാങ്ങിച്ചുകൊണ്ട് പിന്നെയും ഈ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ചിന്തിച്ചത്, ഇതുകൊണ്ട് എന്തോ ചെയ്യേണ്ടതെന്ന് ഇവർക്കറിയത്തില്ല. മോനെ തന്നെ വിളിച്ച് നോക്കാമെന്ന് വെച്ച് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഫോൺ കട്ടായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഡെഡായി. അപ്പോൾ ചെറുക്കനെ കിട്ടുന്നില്ല. അപ്പോൾ അടുപ്പത്ത് ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ചെറുക്കൻ റൂമിൽ എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്, കയ്യിൽ മരുന്നിരിപ്പുണ്ട്, കയ്യിലൊരു വയർ ഹാങ്ങറുമായിട്ട് കാറ് അടഞ്ഞ് താക്കോലകത്ത് കിടക്കുകയാണ്. അന്നേരം അവർ പറഞ്ഞു, ദൈവമേ നീ എന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ, ലോർഡ് ഹെൽപ്പ് മീ, സെൻഡ് സംബഡി, ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണേ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ജീൻസും ഒക്കെ ഇട്ട് വീതുളി കൃതാവും ഒക്കെ വെച്ച് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് കുലുങ്ങി പാട്ടുമൊക്കെ പാടിക്കൊണ്ട് വരുന്നു. എടാ ഇവനെയാണോ എനിക്ക് കിട്ടിയത്? എന്താണെങ്കിലും ഇവനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. മോനെ നീ ഒന്ന് നിൽക്കണേ, ഈ വണ്ടി ഇത് അകത്ത് വെച്ച് ഞാനിത് അടച്ചുപോയി, അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ ചെറുക്കൻ ചോദിച്ചു, മാഡം എവിടെയാ, കാർ എവിടെയാ, ഏത് കാറാ? എന്നെ പറഞ്ഞു ഇതാ കാറ്. 3 സെക്കൻഡ് കൊണ്ട് ഇവന് കാറ് തുറന്നു. ഇവനെ കെട്ടി അങ്ങ് പിടിച്ചു. മോനെ ദൈവം അയച്ചതാ നിന്നെ, എനിക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് നീ നല്ലൊരു വിശ്വാസി, അല്ലെങ്കിൽ നീ ഇത് ഇത്രയും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അത്ര നല്ല വിശ്വാസിയൊന്നും അല്ല, ഐ എം എ ബാഡ് ഗായ്, ഐ ജസ്റ്റ് കെയിം ഔട്ട് ഓഫ് ദ പ്രിസൺ. ഞാൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്തിന്? ഞാനൊരു കാർ തീഫാ, കാർ മോഷണത്തിന് ജയിലിൽ പോയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇവനെ പിന്നെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, താങ്ക് ഗാഡ്, God is blessed. When I needed somebody, he sent me a professional. കർത്താവേ നിനക്ക് നന്ദി, ഏതാണ് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നീ പ്രൊഫഷണലായിട്ടുള്ള ആളെ തന്നെ അയച്ചു തന്നല്ലോ, ഇല്ലേ? പക്ഷെ കുറച്ചുകൂടി നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ മരുന്ന് കൊണ്ട് കൊടുക്കായിരുന്നു, അതാണ് അതിനകത്തെ കാര്യം, ഇല്ലേ? അതുകൊണ്ട് റൊണാൾഡ് ടൺ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് അദ്ദേഹത്തോടാണ് ഈ സ്റ്റോറി ഒരു സ്ത്രീ വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് തന്നെയുണ്ട്, ഡോണ്ട് ജസ്റ്റ് സ്റ്റാൻഡ് ദെയർ മാൻ, ജസ്റ്റ് പ്രേ. വെറുതെ നോക്കി നിൽക്കാതെ പ്രാർത്ഥിക്കാൻ. നമ്മൾ പല സമയത്ത് എന്താ പറയുക, വെറുതെ നോക്കി നിൽക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെറുതെ നോക്കി നിൽക്കുക. എന്തോ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായെങ്കിൽ പിന്നെ എന്നാ പണി? പ്രാർത്ഥിക്കുക, അല്ല എന്നാ? നമ്മളങ്ങനല്ല, എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായെങ്കിൽ പിന്നെ എന്തോ ചെയ്യണമെന്ന് ആലോചിച്ച് ഉള്ള സമയം മുഴുവൻ കളയും. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമുക്കറിയാൻ വയ്യായെങ്കിൽ, കർത്താവേ എന്തോ ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, നീ എന്തോന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നിസ്സഹായതയിലാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പ്രാർത്ഥിച്ച് തുടങ്ങുക, അല്ലാതെ വേറെ ഒന്നുമില്ല. പ്രാർത്ഥിക്കാനുള്ള മാർഗ്ഗം ഒന്നേ ഉള്ളൂ, എന്താണ്? പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങുക. പല സമയത്തും പ്രാർത്ഥിക്കാൻ എന്തോ ചെയ്യണമെന്ന് ചിന്തിച്ച് തന്നെ പ്രാർത്ഥിക്കാനുള്ള സമയം നമ്മൾ കളയും. ഇതൊക്കെ നമുക്ക് പറ്റുന്ന നിരന്തരം സംഭവിക്കുന്നതായ കാര്യങ്ങളാണ്, ഇല്ലേ? പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ prayer, that is the most effective weapon that God has given us and anybody can have it. പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റില്ലെന്നിരിക്കും, പക്ഷേ എല്ലാവർക്കും ഉപയോഗിക്കാൻ രീതിയിലുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള
ഒരു 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 കാര്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വെപ്പണാണ് വാസ്തവത്തിൽ എന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനാരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, ആരും പറയേണ്ട കാര്യമില്ല, ആരും കേൾക്കേണ്ട കാര്യമില്ല. നമുക്കൊക്കെ എല്ലാവരും കേട്ടെങ്കിലേ പറ്റുള്ളൂ. ഞാൻ ചില സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ചില ആളുകൾ പരാതി പറയുന്നത്, ബ്രദറെ ഞാൻ അവരുടെ യോഗത്തിന് പോയി ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം പോലും അവർ തന്നില്ലെന്ന്. അപ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല, പ്രാർത്ഥിക്കാൻ ഇതിന് അവസരം നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരായോ? അത് പറ്റത്തില്ല. എവിടെ നിന്ന് പ്രാർത്ഥിക്കണം? മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിനല്ലയോ ഈ അവസരം വേണ്ടത്? പ്രിയമുള്ളവരെ, ആർക്കും ചെയ്യാവുന്ന, എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന. Just start praying. Prayer is the most effective weapon God has given us. ഞാൻ ചില സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ബാക്കി എന്തോ ചെയ്താലും അതിന് പകരമായിട്ട് പിശാചിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേക്കും, ഇല്ലേ? ഞാനിപ്പം ഒരു അവിശ്വാസിക്ക് വേണ്ടി അയാളുടെ സുവിശേഷം പറയാനായിട്ട് ഞാൻ ഇടയിൽ ഒരു ബുക്ക് കൊടുത്തെന്ന് വെക്കുക. ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുന്നു, ഒരു പുസ്തകം കൊണ്ട് കൊടുക്കുന്നു, ഒന്ന് വായിക്കുമെന്ന് പറയുന്നു. അവൻ വായിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. പിശാചിന് വേണമെങ്കിൽ അവൻ്റെ വായിക്കാനുള്ള ഇൻട്രസ്റ്റിനെ തകർത്ത് കളയാം. ഞാൻ നിൻ്റെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, സുവിശേഷം പറയാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും എൻ്റെ വീട്ടിലൊന്നും വരണ്ട, എന്നെ അവന് വേണമെങ്കിൽ വിലക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ഞാനോട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നീ വിഷയം വിട, വേറെ വല്ലതും പറ, അവന് വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മാറ്റാം. ഒരു യോഗത്തിന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നില്ലെന്നിരിക്കും, ഇല്ലേ? നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഏത് സുവിശേഷ പ്രവൃത്തിയെയും തടയാൻ അവിശ്വാസിയായ ഒരു വ്യക്തിക്ക് കഴിയും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ എന്തോ ചെയ്യും? നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അവന് വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ട എന്നുള്ളത് അവൻ നിശ്ചയിക്കേണ്ട കാര്യമൊന്നും. ഐ ക്യാൻ പ്രേ ആൻഡ് പ്രെയർ ഈസ് എഫക്റ്റീവ്. സാധാരണ പറയാനുള്ള ഒരു കാര്യമുണ്ട്, Satan ഹാസ് നോട്ട് ഫൗണ്ട് ആൻ ആൻറ്റി പ്രയർ മിസൈൽ. സാത്താൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ആയുധമാണ്. മറ്റുള്ള എന്തോ മിസൈൽ അടിച്ചാലും അവന് എന്താണ്, നമ്മൾ പണ്ട് കുവൈറ്റ് യുദ്ധത്തിൽ അമേരിക്കൻ മിസൈൽസ് അവരയക്കുമ്പോഴത്തേക്ക് സ്കട്ട് മിസൈൽസ് ഇറാഖ് തിരിച്ച് അയക്കുന്നു, അല്ലേ? മിസൈൽ വേധ എന്നൊക്കെ പറയും, അല്ലേ? അതിനെ തകർക്കാനായിട്ട്, ഏത് മിസൈലിനെ തകർക്കാൻ അതിനുള്ള ഒരു ആൻറ്റി മിസൈൽ ഉണ്ട്. പക്ഷേ സാത്താൻ ഇത്രയും വർഷങ്ങൾ പരിശ്രമിച്ച് നോക്കിയിട്ട് ഒരു മിസൈൽ കണ്ടുപിടിച്ചിട്ടില്ല. അവൻ എത്ര പരിശ്രമിച്ചിട്ടും പറ്റിയില്ല. an ആൻറ്റി പ്രയർ മിസൈൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് എഫക്റ്റീവ്. ദ മോസ്റ്റ് ഇഫക്റ്റീവ് വെപ്പൺ ഗോഡ് ഹാസ് ഗിവൺ us, ഇറ്റ് ഈസ് പ്രേയർ. പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു സിംഗിൾ വാക്യം വായിച്ചാൽ തന്നെ അത് നമുക്ക് എത്ര അർത്ഥപൂർണ്ണമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനാണ്. എഫെസി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ബിസൈഡ് ഓൾ ദീസ് ടേക്കിംഗ് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത് വിത്ത് വിച്ച് യു ക്യാൻ ക്വെഞ്ച് ഓൾ ദ ഫ്ലെയിമിംഗ് ഡാർട്ട്സ് ഓഫ് ദി ഈവിൾ വൺ. വായിക്കാം 16-ാമത്തെ വാക്യം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് ആത്മീയ ആയുധങ്ങളെ കുറിച്ച് എല്ലാം വിശദമായിട്ട് പറയുകയാണ്. നമ്മൾ beside all these taking the shield of faith with which can quench the flaming darts of the evil one. പിശാചിന്റെ എല്ലാ എങ്ങനെയത് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം എന്ന പരിചയം എടുക്കണം. രക്ഷ എന്ന ശിരസ്ത്രം വേണം. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് വേണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. എല്ലാം ഉണ്ടെങ്കിലും അവിടെ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പീൻ. നോക്ക്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിനകത്തുള്ള ആ എംഫസിസ്, പോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എംഫസിസ് ഒന്ന് നോക്കിയേ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ നീ വിശ്വാസം എന്ന പരിചയം എടുത്തോ, രക്ഷ എന്ന ശിരസ്ത്രം എടുത്തോ, ഹെൽമെറ്റ് എല്ലാം എടുത്തോ. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് എന്താ പറയുന്നത്? സകല പ്രാർത്ഥനയാലും. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രേ അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ സൂപ്പർലറ്റീവ്സിന് അപ്പുറത്തൊരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Pray at all times in the Spirit with all prayer and supplication, to that and keep alert with all perseverance, making supplication for all the saints and also for me. നോക്ക്, all, എല്ലാ പ്രാർത്ഥനയാലും. വെറും പ്രാർത്ഥനയാലെന്ന് മാത്രമല്ല,
സകല അല്ലേ, സകല പ്രാർത്ഥനയാലും യാചനയാലും, ചില സമയത്തല്ല ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി നോക്കുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്, ജാഗരിക്കുക, അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണുവിൻ. ഈ ഒരൊറ്റ വാക്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റ വാക്യം. പോള് എത്ര ആഴത്തിൽ ആവശ്യപ്പെടുകയാണ് എല്ലാ പ്രാർത്ഥനയും, ഓൾ പ്രയർ, ഓൾ സപ്ലിക്കേഷൻ വിത്ത് ഓൾ അലേർട്ട്, സകല എല്ലാ ജാഗരണവും എല്ലാം. പ്രയർ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഇത് ഞാൻ സമയമെടുത്ത് വിശദീകരിക്കാനായിട്ട് നമുക്ക് ഒരുപക്ഷെ സമയം കിട്ടത്തില്ല. എങ്കിലും ആ ഭാഗം നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ഭാഗം, see, we need to pray. Prayer is something big, something great, something that we cannot avoid, something that we cannot think of leaving. വിട്ടുകളയാൻ കഴിയാത്ത നിലയിൽ ആഴമുള്ള ഒരു അനുഭവമാണ് എന്ത്? പ്രാർത്ഥന. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. പോൾ പ്രാർത്ഥനയ്ക്ക് എന്തോരം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നാളുകളിൽ നമ്മൾ പല സമയത്തും എന്ത് ചെയ്യുന്നില്ല? പ്രയർ എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പറ്റുന്നെങ്കിൽ കഴിയുന്ന ഒരു കാര്യമായിട്ട് നമ്മളങ്ങ് മാറ്റിയിരിക്കുകയാണ്. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട്, വി ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി. പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയും. ഏത് ചർച്ചിലെ മീറ്റിങ്ങിലും നമ്മളെന്ത് പറയും? പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം വി ഫെയിൽ ടു സീ ദാറ്റ് വി ആർ പ്രേയിങ് ഓൾ ദ ടൈംസ്. ചില സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും, ഇന്ന് 2 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കും. പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് 2 മണിക്കൂർ ആയി കാണും. അതോ 2 മണിക്കൂർ കഴിഞ്ഞോ എന്ന് വെച്ച് നോക്കുമ്പോൾ 3 മിനിറ്റ് ആയോളെന്ന് മനസ്സിലാകുന്നത്. കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമെങ്കിലും പോളിൻ്റെ ആ ഒരു എംഫസിസ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ വി സർട്ടൻലി വിൽ ഗിവ് ഓർ ഡിവോട്ട്. ആ വാക്ക എന്താണ്? നമ്മൾ അതിനുവേണ്ടി ധ്യാനനിരതരായിരിക്കുന്ന ഒരു സ്റ്റേജ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ധ്യാനനിരതരായിരിക്കുന്ന ഒരു സ്റ്റേജ്. യേശു കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളോട് ആവശ്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 6, അവിടെ കർത്താവ് പറയുകയാണ് എന്ത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. യെസ്, പരീശന്മാരുടെ പ്രാർത്ഥന മോശമായതുകൊണ്ട് നീ പ്രാർത്ഥിക്കണമെന്നല്ല. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം അതാണ്. ചിലപ്പോൾ ആളുകളുടെ പ്രശ്നം ഈ പ്രയറിനെ കുറിച്ച്, ഞാൻ ഈ പ്രയറിൻ്റെ ക്ലാസ്സസിലെല്ലാം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടി നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഈ പറയുന്നതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒടുവിൽ പിന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത്, ഇല്ലേ? പക്ഷെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. നീയോ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിലെന്നല്ല, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പറയും പരീശനൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക, പക്ഷെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നാണോ കർത്താവ് പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ. ദാറ്റ് മീൻസ് കർത്താവിനറിയാം, ഹി ഈസ് എ പ്രേയിങ് മാൻ, ദ ഡിസൈപ്പിൾ. ഇഫ് യു ആർ എ ഡിസൈപ്പിൾ യു വിൽ ബി എ പ്രേയിങ് മാൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിലല്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ. ഇഫ് യു പ്രേ അല്ല, when you pray. What does it mean? Jesus is commanding you to spend your time in prayer. കർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 6:4. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാർ പറയാണ്, we will devote ourselves in praying and ministering the word of God. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. വേറെ പല പല കാര്യങ്ങൾ സഭയിലുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. So the apostles, they decided that they will never have a distortion in their devotion to prayer.